Qualitative analysis of organic compounds. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെയാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിലാദ്യം ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണെയും ഹൈഡ്രജനെയും ഡിറ്റക്റ്റ് ചെയ്യുന്നത്, കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പ്രസൻസ് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളാണ്. Carbon and hydrogen are detected by heating the compound with the copper to oxide. Carbon present in the compound is oxidized to carbon dioxide and hydrogen to water. ഇപ്പം ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പം ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അതിൽ നിന്ന് വരുന്ന ഗ്യാസിനെ നമ്മൾ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്താൽ ലൈം വാട്ടർ മിൽക്കി ആയി മാറുന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടറായി മാറും. ആ വാട്ടർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് കളർലെസ് ആണ്. അതിലേക്ക് ഇതിൽ നിന്ന് വരുന്ന ഫ്യൂംസിനെ നമ്മൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറണം, ബ്ലൂ ആയി മാറുന്നുണ്ടെങ്കിൽ നമുക്കറിയാം വാട്ടർ ഉണ്ടായിട്ടുണ്ട്. വാട്ടർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ റിയാക്ഷൻസ്, ആ പ്രോസസ്സിൽ നടക്കുന്ന റിയാക്ഷൻസ്, അപ്പോൾ കാർബൺ, നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ടിലെ കുപ്രിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കോപ്പറും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അതേപോലെ ഹൈഡ്രജൻ ആണെങ്കിൽ കുപ്രിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കോപ്പറും വാട്ടറായി മാറും. കാർബൺ ഡൈ ഓക്സൈഡിനെ ലൈം വാട്ടർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലായനിയിലൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവും. അതാണ് ലൈം വാട്ടർ മിൽക്കി ആവാനുള്ള കാരണം. അതേപോലെ വാട്ടറിനെ കോപ്പർ സൾഫേറ്റ്, അൺഹൈഡ്രസ്, വാട്ടർ പ്രസൻസ് ഇല്ലാത്ത അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലൂടെ പാസ് ചെയ്യുമ്പം അത് എന്തായി മാറും, കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റഡ് ഫോം ആവും. അതിന് ബ്ലൂയിഷ് കളറാണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രസൻസ് ഓഫ് കാർബണും ഹൈഡ്രജനും മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെൻറ്റ്സിൽ ലസൈൻ ടെസ്റ്റ്. അതിൽ നമ്മൾ സാധാരണ ലാസൈൻ ടെസ്റ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത് നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഹാലജൻസിൻ്റെയും പ്രസൻസാണ്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ the element present in the compound are converted from covalent form into ionic form by fusing the compound with the sodium metal. Following reaction takes place. നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്, നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ട ഓർഗാനിക് കോമ്പൗണ്ടിനെ ഒരു മെറ്റാലിക് സോഡിയം ഉപയോഗിച്ച് അതും കൂടി ചേർത്ത് ഫ്യൂസ് ചെയ്യുക. ഒരു കുഞ്ഞ് ഫ്യൂഷൻ ട്യൂബിൽ ഇട്ടിട്ടാണ് ഇഗ്നൈറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ നല്ല റെഡ് ഹോട്ട് ആയിട്ട് ഈ സോഡിയവും ഓർഗാനിക് കോമ്പൗണ്ടും ഫ്യൂസ് ചെയ്ത് റെഡ് ഹോട്ട് കണ്ടീഷനിൽ നമ്മൾ ഡിസ്റ്റിൽ വാട്ടറിലേക്ക് എന്ത് ചെയ്യും, പ്ലഞ്ച് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അതിൽ പൊട്ടിയിട്ട് ആ സോഡിയം ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന അയോണിക് പ്രോഡക്ട്സ് ആ വെള്ളത്തിൽ ലയിക്കും. അതിനെയാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്നിനെയും പ്രസൻസ് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് നടത്തുന്നത്. ഈ ടെസ്റ്റിനെയാണ് ലസൈൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ച് നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഹാലജൻ്റെയും പ്രസൻസ് മനസ്സിലാക്കാം. അപ്പോൾ സോഡിയവുമായിട്ട് ചേർക്കുമ്പോൾ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നതെന്ന് വെച്ചാൽ, സോഡിയം ഇപ്പം ഓർഗാനിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് അതിൽ എന്തുണ്ടാവും, കാർബൺ ഉണ്ടാവും. ഇഫ് ദർ ഈസ് നൈട്രജൻ, അതെന്തായി മാറും, സോഡിയം സയനൈഡായിട്ട് മാറും. സൾഫർ ഉണ്ടെങ്കിൽ, ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫർ ഉണ്ടെങ്കിൽ സോഡിയം സൾഫറുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം സൾഫൈഡായിട്ട് മാറും. സോഡിയം അതിലെ ഏതെങ്കിലും ഹാലജൻസ് എന്ന് പറയുന്നത് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഇതിലേതെങ്കിലും ഹാലജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഹാലൈഡ്സ് ആയിട്ട് മാറും, സോഡിയം ഹാലൈഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ലസൈൻസ് ടെസ്റ്റിൽ നൈട്രജൻ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ, നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ അയൺ സൾഫേറ്റുമായിട്ട്, ദറ്റ് ഈസ് ഫെറസ് സൾഫേറ്റുമായിട്ട് ബോയിൽ ചെയ്തിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് അസിഡിഫൈ ചെയ്യുക. ആ സമയത്ത് ഒരു പ്രഷ്യൻ ബ്ലൂ കളേർഡ് പ്രസിപ്പിറ്റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നൈട്രജൻ പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നേരത്തെ നൈട്രജൻ ഉണ്ടെങ്കിൽ സയനൈഡ് ആയിട്ടുണ്ടാവുമല്ലോ, സോഡിയം സയനൈഡ്, അത് അയൺ, ദറ്റ് ഈസ് ഫെറസ് സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
ഹെക്സാസൈനിഡോഫെറേറ്റ് ഉണ്ടാവും. ആ ഹെക്സാസൈനിഡോഫെറേറ്റിനെ പിന്നെയും ഫെറിക്കായിട്ട്, ദാറ്റ് ഈസ് ആസിഡ് ബേസിൽ, ആസിഡ് മീഡിയത്തിൽ ഫെറിക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അതുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റിന് പ്രഷ്യൻ ബ്ലൂ കളറാണ്. അപ്പോൾ ഈ പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ട് എങ്കിൽ മനസ്സിലാക്കാം നമ്മൾ എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെന്ന്. ഇനി ടെസ്റ്റ് ഫോർ സൾഫർ, ഇതേപോലെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ സോഡിയം സൾഫൈഡാണുള്ളത്. ആ സോഡിയം സൾഫൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, അസറ്റിക് ആസിഡുമായിട്ട് അസിഡിഫൈ ചെയ്ത് ലെഡ് അസറ്റേറ്റ് ഒഴിക്കുക. അപ്പം ഈ സോഡിയം സൾഫൈഡ് അയോൺ ലെഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ലെഡ് സൾഫൈഡ് കിട്ടും, ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് സൾഫൈഡ്. ഇതിൽ നിന്ന് സൾഫർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സൾഫൈഡിനെ തന്നെ വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സോഡിയം നൈട്രോപ്രൂസൈഡ്, ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ സോഡിയം നൈട്രോപ്രൂസൈഡ് വെച്ചായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വയലറ്റ് കളർ പ്രോഡക്റ്റ് വരികയാണെങ്കിൽ, വയലറ്റ് കളറേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, സൾഫൈഡിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ സൾഫൈഡിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാനുള്ള 2 ടെസ്റ്റുകളാണ് ഇത്. ലെഡ് അസറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോഡിയം നൈട്രോപ്രൂസൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്, ലെഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടി, ലെഡ് അസറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാലും സോഡിയം നൈട്രോപ്രൂസൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാലും സൾഫറിൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സൾഫറും നൈട്രജനും ഒരുപോലെ ഓർഗാനിക് കോമ്പൗണ്ടിലുണ്ട് എങ്കിൽ സോഡിയം സയനൈഡിന് പകരം സോഡിയം തയോസയനൈഡായിട്ട് അതിന് ഫോം ചെയ്തിട്ടുണ്ടാകുക. സോഡിയം സയനൈഡ് ഉണ്ടാകുന്നതിന് പകരം സോഡിയം തയോസയനേറ്റ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. നൈട്രജനും സൾഫറും ഒരേ സമയം നമ്മൾ എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിലാണെങ്കിൽ ആ സമയത്ത് നൈട്രജൻ്റെയും സൾഫറിൻ്റെയും നമുക്ക് നേരത്തെ പ്രഷ്യൻ ബ്ലൂ ഒന്നും കിട്ടില്ല. പകരം എന്താണ് കിട്ടുക, ഫെറസുമായിട്ട് ട്രീറ്റ് ചെയ്താൽ, ഫെറസ് സൾഫേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യാൽ ബ്ലഡ് റെഡ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. പ്രഷ്യൻ ബ്ലൂ കളറിന് പകരം ബ്ലഡ് റെഡ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ ബ്ലഡ് റെഡ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ സൾഫറും നൈട്രജനും ഒരേ സമയം ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. That is nitrogen. In case nitrogen and sulfur both are present in an organic compound, sodium thiocyanate is formed. It gives blood red color and no Prussian blue since there are no free cyanide ions. Okay. The next is the test for halogens. ഹാലജൻസിനെ മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ഹാലജൻസ് ഉണ്ടെങ്കിൽ സോഡിയം ഹാലൈഡ്സ് ആയിട്ട്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ബ്രോമൈഡ് ആൻഡ് സോഡിയം അയോഡൈഡ് ആയിട്ടായിരിക്കും അതിൽ അലിഞ്ഞിട്ടുണ്ടാകുക. ആ സൊല്യൂഷനായിരിക്കും നമുക്ക് കിട്ടുക. അതിൽ ഇഫ് ദ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഈസ് treated with the first acidified with nitric acid and then treated with silver nitrate, a white precipitate soluble in ammonium hydroxide. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോൾബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്, വെളുത്ത നിറത്തിലുള്ള പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡ് ലയിക്കുന്ന പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്ലോറിൻ ഉണ്ട് എന്നാണ്. ക്ലോറൈഡിൻ്റെ പ്രസൻസ് ആണ് അത് കാണിക്കുന്നത്. എന്നാൽ സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ യെല്ലോവിഷ് പ്രസിപ്പിറ്റേറ്റ് സ്പാരിംഗ്ലി സോൾബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ, കുറേശ്ശെ സോളുബിൾ ആണ് എങ്കിൽ, അമോണിയം ഹൈഡ്രോക്സൈഡ് കുറേശ്ശെ സോളുബിൾ ആകുന്ന മഞ്ഞ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടെങ്കിൽ അത് ബ്രോമൈഡിൻ്റെ പ്രസൻസാണ്. ബ്രോമിൻ ഉണ്ട് ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്ന് മനസ്സിലാക്കാം. ഇനി യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഇൻസോൾബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ, അമോണിയം ഹൈഡ്രോക്സൈഡിൽ ലയിക്കാത്ത യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് അയോഡിൻ. That is, the reaction is the halide X minus എന്ന് പറഞ്ഞാൽ Cl മൈനസോ Br മൈനസോ I മൈനസോ ആവാം. അത് സിൽവർ പ്ലസ് അയോണോ ആയിട്ട് റിയാക്ട് ചെയ്ത് സിൽവർ ഹാലൈഡ്സ് ഫോം ചെയ്യും. ആ സിൽവർ ഹാലൈഡ്സിൻ്റെ നിറങ്ങളാണ്, ഇപ്പം ക്ലോറൈഡ് ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും, ബ്രോമൈഡ് ആണെങ്കിൽ യെല്ലോ ആണ്, അയോഡൈഡ് ആണെങ്കിലും യെല്ലോ ആണ്. ഓക്കെ. നെക്സ്റ്റ് ടെസ്റ്റ് ഫോർ ഫോസ്ഫറസ് ഉണ്ടോ എന്നറിയാനുള്ള റിയാക്ഷനാണ്. The compound is heated with the oxidizing agent sodium peroxide. The phosphorus present in the compound is oxidized to phosphate. അപ്പം ആദ്യം നമ്മൾ ഈ കോമ്പൗണ്ട്, ഇത് ലസൻ ടെസ്റ്റ് അല്ല കേട്ടോ, നേരെ നമ്മുടെ കോമ്പൗണ്ട് എടുക്കുക, അതായത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കണ്ട, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, എന്നിട്ട് അതിനെ ഒരു സോഡിയം പെറോക്സൈഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യാം. ഓക്സിഡൈസ് ചെയ്താൽ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ അത് എന്തായി മാറിയിട്ടുണ്ടാവും, ഫോസ്ഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദ സൊല്യൂഷൻ ഈസ് ബോയിൽഡ് വിത്ത് നൈട്രിക് ആസിഡ് ആൻഡ് ദെൻ ട്രീറ്റഡ് വിത്ത് അമോണിയം മോളിബ്ഡേറ്റ്.
അതിനെ എന്ത് ചെയ്യുക, നൈട്രിക് ആസിഡുമായിട്ട് ബോയിൽ ചെയ്യുക, എന്നിട്ട് അമോണിയം മോളിബ്ഡേറ്റ് ഒഴിക്കുക. യെല്ലോ കളറേഷൻ ഓർ precipitate ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഫോസ്ഫറസ്. അപ്പോൾ യെല്ലോ precipitate കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫോസ്ഫറസിൻ്റെ പ്രസൻസ് കാണിക്കും. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇപ്പോൾ ഒരു ml 1 gram അല്ലെങ്കിൽ ഒരു ml ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര നൈട്രജൻ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര കാർബൺ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട്, എത്ര ഫോസ്ഫറസ് ഉണ്ട്, എത്ര സൾഫർ ഉണ്ടെന്ന് അനലൈസ് ചെയ്യുക. അതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത് കാർബണും ഹൈഡ്രജനാണ്. കാർബൺ ആൻഡ് ഹൈഡ്രജൻ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ഒരു ട്യൂബിൽ ഇവിടെ എന്ത് ചെയ്യുക, പ്രീവിയസ്ലി വെയ് ചെയ്തിരിക്കുന്ന ആൻഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡും പ്രീവിയസ്ലി വെയ് ചെയ്തിരിക്കുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നിറച്ചിരിക്കുന്ന ഇതേപോലെ 2 യൂട്യൂബ് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു നീളമുള്ള ഗ്ലാസ് ട്യൂബാണ്. ഇതിനുള്ളിൽ നമ്മുടെ ഓർഗാനിക് സാമ്പിളിനെ ഒരു പ്ലാറ്റിനം മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാമ്പിൾ പോക്കറ്റിൽ എടുക്കും. ഓക്സൈഡ് പല്ലറ്റ്സ് അതിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എ നോൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ബേൺഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് ഓക്സിജൻ ആൻഡ് കോപ്പർ ടു ഓക്സൈഡ്. കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ദ കോമ്പൗണ്ട് ആർ ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ റെസ്പെക്റ്റീവ്ലി. നേരത്തെ നമ്മുടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ചെയ്തതുപോലെ തന്നെ കോപ്പർ ടു ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡായി മാറും, ഹൈഡ്രജൻ വാട്ടറായിട്ട് മാറും. അപ്പോൾ ലെറ്റ് ദ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ബി m gram ഓർഗാനിക് കോമ്പൗണ്ടാണ് എടുത്തതെങ്കിൽ മാസ് ഓഫ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബി m1 and m2 respectively. Then percentage of carbon equal to 12 into m2 into 100 divided by 44 into m. അതേപോലെ percentage of hydrogen നമുക്കറിയാം percentage of hydrogen is equal to 2 into m1 into 100 divided by 18 into m എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ percentage composition കണ്ടുപിടിക്കാൻ പറ്റും. The next is the estimation of nitrogen. നൈട്രജൻ എസ്റ്റിമേഷനിൽ 2 മെത്തേഡ് ഉണ്ട്, ഡ്യുമാസ് മെത്തേഡും ജെൽഡാൾസ് മെത്തേഡും. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ഏതൊക്കെ മെത്തേഡ്സിലാണ് നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഡ്യുമാസ് മെത്തേഡ് ഈസ് ദ വെരി ഈസിയസ്റ്റ് മെത്തേഡ്. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പോലെ നമ്മൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡ് ഗോസിനും ഓർഗാനിക് കോമ്പൗണ്ടും വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെയും കോപ്പർ ഓക്സൈഡ് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ഈ കോപ്പർ ഓക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ, ഈ ഫർണസിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്നുള്ള നൈട്രജൻ ഫ്രീ നൈട്രജൻ ഗ്യാസ് ആയിട്ട് ഇതിലൂടെ വരും. അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലും ആണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യും, ഈ ഇതിൽ നിറച്ചിരിക്കുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ അബ്സോർബ് ചെയ്യും. അങ്ങനെ അതിൽ നിന്ന് ബബിളായിട്ട് വരുന്ന ഈ നൈട്രജനെ, ഫ്രീ നൈട്രജനെ നമുക്കിവിടെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇവിടെ കളക്ട് ചെയ്യപ്പെടുന്ന നൈട്രജന്റെ വോള്യൂം എത്രയാണെന്ന് നമുക്ക് നേരെ റീഡ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള പ്രഷർ നമുക്ക് മെഷർ ചെയ്യാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാം, കളക്ട് ചെയ്യുന്ന വോള്യൂം ഓഫ് നൈട്രജൻ മെഷർ ചെയ്യാം. ഇതിൽ നിന്ന് അപ്പോൾ എത്രമാത്രം നൈട്രജനാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് ഗ്രാം നൈട്രജൻ ഈ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്നത്, പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കളക്ട് ചെയ്തിരിക്കുന്നത് V1 ml ആണ് നൈട്രജൻ എന്ന് വിചാരിക്കുക. റൂം ടെമ്പറേച്ചർ T1 Kelvin. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP P1V1 into 273 divided by 760 into T1. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അറ്റ് STPയിൽ 22.4 liters ഓഫ് നൈട്രജൻ ബൈ 28 grams. 28 gram നൈട്രജൻ ഉണ്ടെങ്കിൽ 22.4 liters അല്ലെങ്കിൽ 22,400 ml ഓഫ് നൈട്രജൻ ഉണ്ടാവും. അത് അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇസ് ഇക്വൽ ടു 28 into V into 100 divided by 22,400 into m എന്ന് കിട്ടും. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ജെൽഡാൾസ് മെത്തേഡ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഒഴിച്ച് രണ്ടും കൂടി ബേൺ. അപ്പോൾ ഇതിങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ നൈട്രജൻ കംപ്ലീറ്റ് അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. ഈ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജൻ കംപ്ലീറ്റ് അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. ഈ മിക്സറിനെ നേരെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് മാറ്റുക. അവിടെ എന്ത് ചെയ്യുക, അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കും. അപ്പോൾ ഈ ഉണ്ടായ അമോണിയം സൾഫേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ റിയാക്ഷൻ വഴി ഫ്രീ അമോണിയായി മാറും, അമോണിയ ഗ്യാസ്. ആ അമോണിയ ഗ്യാസിനെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ കോണിക്കൽ ഫ്ലാസ്കിലെ ഓൾറെഡി വെയിറ്റ് കൃത്യമായും ml മെഷർ ചെയ്തിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിലൂടെ ബബിൾ ചെയ്യുക. അപ്പോൾ അമോണിയ എന്തായി മാറും, പിന്നെയും അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും.
അതിൽ ബാക്കി നിൽക്കുന്ന കൺസ്യൂം ചെയ്യപ്പെടാത്ത സൾഫ്യൂരിക് ആസിഡിനെ ഒരറിയാവുന്ന നോർമാലിറ്റി ഉള്ള ആൽക്കലിയുമായിട്ട് ടൈട്രേറ്റ് ചെയ്താൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കൺസ്യൂം ചെയ്യപ്പെട്ട അമോണിയം സൾഫേറ്റ് എത്രയാണെന്ന് എന്ന് മനസ്സിലാക്കി ഉണ്ടാകുന്ന അമോണിയ എത്രയാണെന്നും ആ അമോണിയയ്ക്ക് അനുസരിച്ച് നൈട്രജൻ്റെ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര വേണം എന്ന് മനസ്സിലാക്കി നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജൻ ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. Nitrogen in the compound get converted into ammonium sulfate. The resulting acid mixture is then heated with the excess of sodium hydroxide. The liberated ammonia gas is absorbed in excess of standard solution of sulfuric acid. The amount of ammonia produced is determined by estimating the amount of sulfuric acid consumed in this reaction. The next is the estimation of halogens. Halogens എന്ന് പറയുന്നത് ക്ലോറൈഡ്, ബ്രോമൈഡ് ആൻഡ് അയോഡൈഡ്. അതിൽ ക്ലോറിൻ എത്ര, ബ്രോമിൻ എത്ര, അയോഡിൻ എത്ര എന്ന് നേരത്തെ നമ്മൾ ഡിറ്റക്ഷൻ ഓഫ് ഹാലജൻസിൽ ചെയ്ത അതേ ലാസൻസ് ടെസ്റ്റിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുകയാണ്. സിൽവർ ഹാലൈഡ്സ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുക. അതിന് എ നോൺ മാസ് ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ് കണ്ടെയ്നിങ് ഇൻ എ hard glass tube known as Carrier's tube. Carrier's tube ആണ്. This percentage of halogen is equal to atomic mass of X chlorino, bromino, iodino into M1 into 100 divided by molecular mass of AgX into 100 M എന്ന രീതിയിൽ percentage of halogen കണ്ടുപിടിക്കാൻ പറ്റും. The next is the estimation of sulfur. A known mass of an organic compound is heated in a Carrier's tube with sodium peroxide or fuming nitric acid. ഇതിലും ഇതേ ടെക്നിക് Carrier's ട്യൂബിൽ തന്നെയാണ് നടത്തുന്നത്. സോഡിയം പെറോക്സൈഡും ഫ്യൂമിംഗ് നൈട്രിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. സൾഫർ പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട് ഓക്സിഡേറ്റഡ് ടു സൾഫ്യൂരിക് ആസിഡ്. ഇറ്റ് ഈസ് precipitated as barium sulfate by adding excess of barium chloride solution in water. Sulfate ആയിട്ട് മാറും. The precipitate is filtered, washed, dried and weighed. The percentage of sulfur can be calculated from the mass of barium sulfate. Therefore, percentage of sulfur is equal to 32 into M1 into 100 divided by 233 into M എന്ന് കിട്ടും. അടുത്തത് ഫോസ്ഫറസിന്റെ എസ്റ്റിമേഷൻ ആണ്. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ a known mass of the organic compound is heated with fuming nitric acid whereupon phosphorus present in the compound is oxidized to phosphoric acid. ആദ്യം ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അത് എന്തായി മാറും? ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫോസ്ഫോറിക് ആസിഡായി മാറും. അതിനെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം. ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഫോസ്ഫറസ് ഇസ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക ബൈ ആഡിങ് അമോണിയ ആൻഡ് അമോണിയം മോളിബ്ഡേറ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മാഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മാഗ്നീഷ്യം മിക്സറുമായിട്ട് ട്രീറ്റ് ചെയ്ത് ഇഗ്നീഷൻ നടത്തിയിട്ട് മാഗ്നീഷ്യം ഫോസ്ഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? 31 into M1 into 100 divided by 1877 into M പെർസെൻറ്റേജ് എന്ന് കിട്ടും. അല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് മാഗ്നീഷ്യം ഫോസ്ഫേറ്റ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് ഇസ് ഈക്വൽ ടു 62 into M1 into 100 divided by 222 into M പെർസെൻറ്റേജ് എന്ന രീതിയിൽ മെഷർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ദ ഓക്സിജൻ്റെ എസ്റ്റിമേഷനാണ്. ഓക്സിജൻ സാധാരണ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിച്ച് അതെല്ലാം ടോട്ടൽ ചെയ്ത് 100ൽ നിന്ന് മൈനസ് ചെയ്താൽ റിമൈനിങ് ഓക്സിജൻ ആയിരിക്കും എന്ന രീതിയിൽ നമ്മൾ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താ രീതി എന്ന് വെച്ചാൽ ഡെഫിനിറ്റ് മാസ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഡികമ്പോസ്ഡ് ബൈ ഹീറ്റിംഗ് ഇൻ എ സ്ട്രീം ഓഫ് നൈട്രജൻ ഗ്യാസ്. ദ മിക്സ്ചർ ഓഫ് gaseous പ്രോഡക്ട്സ് കണ്ടെയ്നിങ് ഓക്സിജൻ ഈസ് പാസ്ഡ് ഓവർ റെഡ് ഹോട്ട് കോക്കിലൂടെ കടന്നു പോകുമ്പോൾ, കോക്ക് തന്നെ കാർബൺ ആണ്, അത് ഓക്സിജൻ ഈസ് കൺവേർട്ടഡ് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ദ മിക്സ്ചർ ഈസ് പാസ്ഡ് ത്രൂ വാം അയോഡിൻ പെൻഡോക്സൈഡിലൂടെ ഈ മിക്സ്ചർ കടന്നു പോകുമ്പോൾ ദ കാർബൺ മോണോക്സൈഡ് ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡയോക്സൈഡ്, പ്രൊഡ്യൂസ് അയോഡിൻ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ മാസ് നേരത്തെ പോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ബൾബിലൂടെയോ ഒറ്റ പാസ് ചെയ്താൽ ആ മാസ് നമുക്ക് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് M1 gram ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 32 into M1 into 100 divided by 88 into M പെർസെൻറ്റേജ് എന്ന രീതിയിൽ കിട്ടും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് അയോഡിൻ ലിബറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആ അയോഡിനെ എസ്റ്റിമേറ്റ് ചെയ്ത് എത്രമാത്രം ഓക്സിജൻ കാർബൺ മോണോക്സൈഡ് വരുന്നു അതിനനുസരിച്ചാണ് അയോഡിൻ ലിബറേറ്റ് ചെയ്യുന്നത്. ആ അയോഡിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഓക്സിജനെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും.